ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇതെന്താണെന്നറിയോ? കടുകെണ്ണ ഒഴിച്ചതാണ് ഞാൻ ചീനച്ചട്ടിയിൽ കറി ഉണ്ടാക്കാൻ വേണ്ടി. പാലക്കിൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പനീർ പാലക്കൊന്നല്ല, വെറും പാലക്ക് മാത്രം. അപ്പോൾ കടുകെണ്ണ നല്ലോണം ഇതേപോലെ ആവി വരണേ. കടുകെണ്ണ നല്ലോണം ചൂടാവണം. നല്ലോണം ചൂടായതിന് ശേഷമാണ് ജീരകം ഇടുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ കുഴമ്പിൻ്റെ ഒരു മണം ഉണ്ടാവും കേട്ടോ, കടുകെണ്ണ നല്ലോണം ചൂടായിട്ടില്ലെങ്കിൽ. അപ്പോൾ ജീരകം ഇട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ എന്താണെന്ന് വെച്ചാൽ ഇടുക. അപ്പോൾ അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 10 രൂപയുടെ ഒരു കെട്ട് പാലക്ക വാങ്ങിയത്. അത് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് കുക്കറിലേക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് കത്രിക കൊണ്ട് 2 കട്ട് ചെയ്തേ ഉള്ളൂ. അങ്ങനെ തന്നെ ഇല ഇട്ടാൽ ഒരു നീളമായിട്ട് കിടക്കുമല്ലോ എന്നുള്ളതുകൊണ്ട്. എന്നിട്ട് അതിൽ ഉപ്പിട്ട് ഒരു സീറ്റി വരുത്തിച്ചാൽ മതി, 2-3 സീറ്റിയാലും കുഴപ്പമില്ല. എന്നിട്ട് ആറിയതിന് ശേഷം വേണേൽ ജാറിലിടാൻ വേണ്ടിയിട്ട്, എന്നിട്ട് പേസ്റ്റ് ആക്കിയത് അത്. ഓക്കെ, ഉപ്പിട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അരക്കുമ്പോൾ. എന്നിട്ട് പിന്നെ ആ ജീരകത്തിലോട്ട് ഒരു ചെറിയ കഷ്ണം ഉള്ളി, ഒരു തക്കാളി തോല് കളഞ്ഞ് ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടി അതിലേക്കിട്ട് ഉണക്കമുളക് ഇട്ട് കേട്ടോ. പിന്നെ ഉണക്കമുളക് ജീരകം ഇട്ടതിന് പാട് ഇടണം, ഞാൻ മറന്നുപോയതുകൊണ്ട് പിന്നെ ഇട്ടേ. എങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ടേക്ക് ഈ അരച്ച് വെച്ച പാലക്ക് ഒഴിക്കും. ഏറ്റവും ഈസിയായ കറിയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ ഫ്ലേവർ നല്ല നെയ്യ് ഒഴിച്ചാലും മതി. കടുകെണ്ണക്ക് പകരം നെയ്യായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ പനീർ പിന്നെ എണ്ണയിൽ വറുത്തിട്ടോ അല്ല പച്ച പനീറോ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ടിട്ടാൽ പാലക് പനീറും ആയി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ കൂടെ കാജു കൂടി അരക്കുമ്പം ചേർത്താൽ, അണ്ടിപ്പരിപ്പ് കൂടി ചേർത്താൽ ആ ഒരു ഗ്രേവിക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് ടേസ്റ്റ് കിട്ടും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് നല്ല ഷെഫീസ് ബ്രാൻഡിൻ്റെ പിന്നെ സോന മസൂരി റൈസ്. അത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അത് നെയ്യിൽ പെരിഞ്ജീരകമോ ജീരകമോ ഏതെങ്കിലും ഇട്ടിട്ട് പിന്നെ ആണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നെയ്യോ വെളിച്ചെണ്ണ എന്തായാലും ഉപയോഗിച്ചാൽ മതി. നല്ല സോഫ്റ്റ് ചോറായിരിക്കും. അതിൻ്റെ കൂടെ ഈ പാലക്കറിയും കൂട്ടി കഴിക്കാൻ വേണ്ടിയില്ല എന്തോ ഒരു ടേസ്റ്റാണെന്നറിയാം. അത് അങ്ങനെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ആ ടേസ്റ്റ് ഞാൻ പറയുമ്പോൾ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെപ്പോഴും ഇങ്ങനെയുള്ള കറിയാകുമ്പോൾ ഒരു കറിയും കൂട്ടി ചോറ് കഴിക്കുന്നത് എനിക്കിഷ്ടം. അല്ല വേറെ നല്ല കോമ്പിനേഷൻ വരുമ്പോൾ ഇപ്പോൾ സാമ്പാറും പച്ചടിയും അങ്ങനെയൊക്കെ കോമ്പിനേഷൻ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ 2 കറി കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ചില ഇതിലൊക്കെ ചമ്മന്തിയും പിന്നെ തോരനും അങ്ങനെയൊക്കെയുള്ള വേറെ കോമ്പിനേഷനിൽ കുറേ കറി കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെയാണ്, അല്ലാണ്ട് ഒരേപോലെയല്ല. എനിക്ക് 1 കറിയേ വേണ്ടു 2 കറിയേ വേണ്ടു അങ്ങനെയല്ല. ഇത് നല്ല പച്ച കളറാണ്, കാണാൻ നല്ല സ്റ്റൈലാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും. ഓക്കേ.